ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊരു നഴ്സിംഗ് ഗവേഷണത്തിന് തുടക്കമിടുകയാണോ? അപ്പോൾ ഉറപ്പായും നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ചോദ്യമായിരിക്കും, എവിടെ തുടങ്ങണം, ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലേ? ശരി, ഈ ആദ്യത്തെ കടമ്പ, ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്റ്റെപ്പ് എങ്ങനെ എളുപ്പത്തിൽ മറികടക്കാം എന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഒരു നല്ല റിസർച്ച് ടോപ്പിക് കിട്ടാതെ നിങ്ങളും വിഷമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് ഓർത്തോളൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സത്യം പറഞ്ഞാൽ ഇതൊരു പരാജയമേ അല്ല. ശരിയായ ചോദ്യത്തിലേക്ക് എത്താനുള്ള ഏതൊരു റിസർച്ചിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷേ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം മാത്രമാണത്. നഴ്സിംഗ് ഗവേഷണത്തിലെ എപ്പോഴും പറയുന്നൊരു കാര്യമാണിത്. അതായത്, ഒരു ഗവേഷണ വിഷയം നന്നായി നിർവചിച്ചാൽ ഗവേഷണം പാതി പൂർത്തിയായി. ഇതിന്റെ അർത്ഥം സിമ്പിളാണ്. നിങ്ങളുടെ ചോദ്യം എത്രത്തോളം വ്യക്തമാണോ അത്രത്തോളം എളുപ്പമായിരിക്കും നിങ്ങളുടെ പഠനം. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ശരിയായ ചോദ്യമാണ് നമ്മളെ ശരിയായ ഉത്തരത്തിലേക്കും അതിനുള്ള വഴികളിലേക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ വലിയൊരു ടാസ്കിനെ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്താലോ? തുടക്കക്കാർ സാധാരണയായി നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സത്യത്തിൽ ആദ്യത്തെ വെല്ലുവിളി പുറത്തൊന്നുമല്ല, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആശയങ്ങളിൽ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതെ, ചിലപ്പോൾ നമ്മുടെ ഐഡിയ തന്നെയായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. അതെങ്ങനെയാണെന്ന് നോക്കാമല്ലേ? തുടക്കക്കാർ വരുത്തുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്താണെന്നറിയാമോ? വളരെ ബ്രോഡായിട്ടുള്ളൊരു ടോപ്പിക് തിരഞ്ഞെടുക്കും. ഉദാഹരണത്തിന്, വേദനയെക്കുറിച്ചോ അല്ലെങ്കിൽ അമിതവണ്ണത്തെക്കുറിച്ചോ പഠിക്കണമെന്ന് വിചാരിക്കും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവയൊക്കെ ഒരു സമുദ്രം പോലെയാണ്. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണമെന്നറിയാതെ നമ്മൾ അതിൽ പെട്ടുപോകും. മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്രയും വലുതായിരിക്കും ആ വിഷയം. ഇപ്പൊ നോക്കൂ, ആ വ്യത്യാസം ശരിക്കും മനസ്സിലാകും. വെറുതെ രോഗികളിലെ അമിതവണ്ണം എന്ന് പറയുന്നതിന് പകരം നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് പ്രസവശേഷമുള്ള അമ്മമാരുടെ BMI-യിൽ ഒരു നേഴ്സ് നേതൃത്വം നൽകുന്ന ഡയറ്റ് പ്ലാനിന് എന്ത് സ്വാധീനമുണ്ട് എന്നാക്കി മാറ്റിയാലോ? കണ്ടോ, പെട്ടെന്ന് ആ വിഷയത്തിനൊരു വ്യക്തത വന്നു. അത് നമുക്ക് അളക്കാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന ഒന്നായി മാറി. അതാണ് വ്യത്യാസം. ഇനി അടുത്തൊരു വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒട്ടും താൽപ്പര്യമില്ലാത്ത ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ സൂപ്പർവൈസർ നിർദ്ദേശിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരാരെങ്കിലും പറഞ്ഞതായിരിക്കാം. കാരണം എന്തുതന്നെയായാലും നമുക്കതിൽ ഒരു ജെന്യുവിൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ മുന്നോട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓർക്കുക, റിസർച്ച് എന്ന് പറയുന്നത് 1-2 ദിവസത്തെ കാര്യമല്ല. ചിലപ്പോൾ മാസങ്ങളെടുക്കും, ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുത്തെന്നിരിക്കും. അപ്പോൾ വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ വരും. ആ സമയത്തൊക്കെ തളരാതെ മുന്നോട്ടു പോകാൻ നമ്മളെ സഹായിക്കുന്നതെന്താണ്? ആ വിഷയത്തോടുള്ള നമ്മുടെ പാഷനാണ്. ഉള്ളിൽ നിന്നുള്ളൊരു ക്യൂരിയോസിറ്റി. അതാണ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്. ശരി, അപ്പോൾ നമ്മൾ ഐഡിയയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായ കാര്യങ്ങളിലേക്ക് വരാം. അതായത്, ഒരു റിസർച്ച് യഥാർത്ഥത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന ചില പ്രായോഗിക തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഐഡിയ ഉണ്ടാവാം. പക്ഷേ ഈ പറയുന്ന പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഐഡിയ വെളിച്ചം കാണില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ പഠനത്തിന് വേണ്ടത്ര സമയം കിട്ടുമോ? അല്ലെങ്കിൽ ആവശ്യമായ ഫണ്ട്, ഉപകരണങ്ങളൊക്കെ കയ്യിലുണ്ടോ? ഇനി പഠനത്തിൽ പങ്കെടുക്കാൻ ആളുകളെ കിട്ടുമോ? നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുള്ള സപ്പോർട്ടുണ്ടാകുമോ? ഇതൊന്നും ചിന്തിക്കാതെ ഒരു വിഷയത്തിലേക്ക് എടുത്തു ചാടിയാൽ പണി പാളും. അതുകൊണ്ട് ഇതൊക്കെ തുടക്കത്തിലേ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയിലേക്ക് പോകാം. ഇത് പുറത്തുനിന്നുള്ള പ്രശ്നങ്ങളല്ല, മറിച്ച് നമ്മുടെ സ്വന്തം കഴിവും സ്കില്ലുമായി ബന്ധപ്പെട്ട ഒന്നാണ്. സ്വാഭാവികമായും ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് ചിലപ്പോൾ സങ്കീർണമായ റിസർച്ച് മെത്തേഡുകളെക്കുറിച്ചോ സ്റ്റാറ്റിസ്റ്റിക്സിനെക്കുറിച്ചോ വലിയ അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ഓക്കെയാണ്. പക്ഷെ പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മുടെ കഴിവിനും അപ്പുറത്തുള്ളൊരു മെത്തേഡ്, ആവശ്യമുള്ളൊരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴാണ്. അത് പിന്നെ വലിയൊരു തലവേദനയായി മാറും, ഉറപ്പാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയത്തിന് ഭയങ്കര കോംപ്ലക്സ് ആയ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആവശ്യമായി വന്നാൽ എന്തു ചെയ്യും? അത്തരം കാര്യങ്ങളിൽ നമുക്ക് വലിയ പരിചയമില്ലെങ്കിൽ അവിടെ നമ്മൾ സ്റ്റക്കാവും. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ കഴിവിനനുസരിച്ചുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നതിൽ ഇത്രയധികം പ്രാധാന്യമുള്ളത്. ഓക്കേ, ഇതുവരെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്, അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് ടെൻഷനായിട്ടുണ്ടാവാം. പക്ഷേ പേടിക്കണ്ട, ഇനി നമുക്ക് സൊല്യൂഷൻസിനെക്കുറിച്ച് സംസാരിക്കാം. ഈ വെല്ലുവിളികളെയൊക്കെ മറികടന്ന് മുന്നോട്ടു പോകാനുള്ള ചില പ്രാക്ടിക്കൽ വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും നല്ല റിസർച്ച് ഐഡിയാസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? വലിയ വലിയ പുസ്തകങ്ങളിൽ നിന്നോ കോംപ്ലിക്കേറ്റഡ് തിയറികളിൽ നിന്നോ ഒന്നുമല്ല. മിക്കപ്പോഴും അതിന്റെ ഉത്തരം നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും, നമ്മുടെ സ്വന്തം ക്ലിനിക്കൽ പ്രാക്ടീസിൽ, നമ്മൾ ദിവസവും കാണുന്ന രോഗികളുടെ ഇടയിൽ. അപ്പോൾ ഒരു മികച്ച റിസർച്ച് ടോപ്പിക്കിലേക്ക് എത്താനുള്ള വഴി ഇതാണ്. ഒന്നാമതായി, നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തുടങ്ങുക. നിങ്ങളുടെ ഡ്യൂട്ടി സമയത്ത് രോഗികളെ പരിചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ്? അവിടെ നിന്നാണ് തുടക്കം. രണ്ടാമതായി, അങ്ങനെ കിട്ടുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിലൊരു താല്പര്യമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ആ ഒരു ക്യൂരിയാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ എനർജി കിട്ടൂ. മൂന്നാമത്തെ സ്റ്റെപ്പ്, അത് പ്രാക്ടിക്കലാണോ എന്ന് പരിശോധിക്കുക. സമയം, പണം, സപ്പോർട്ട് എല്ലാം ഓക്കെയാണോ?
അവസാനമായി 4ാമത്തെ കാര്യം, ഈ ചോദ്യം നമുക്ക് ശരിക്കും അളക്കാനും പഠിക്കാനും പറ്റുന്ന ഒന്നാണെന്ന് ഉറപ്പുവരുത്തുക. ഈ 4 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും കണ്ടെത്താം ഒരു മികച്ച റിസർച്ച് പ്രോബ്ലം. അപ്പോൾ ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളുടെ സ്വന്തം ക്ലിനിക്കൽ അനുഭവത്തിൽ നിങ്ങളാൽ കണ്ടെത്തപ്പെടാനും പഠിക്കപ്പെടാനും വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു വിഷയം ഏതാണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉത്തരം ഒരുപക്ഷേ നിങ്ങളുടെ തൊട്ടു മുന്നിൽ തന്നെ ഉണ്ടാകും.